ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് റെയറായിട്ടുള്ള ഫാക്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി. എന്നാൽ അത് ആരാണ് ആ പേര് കൊടുത്തത്? എങ്ങനെയാണ് ആ പേര് വന്നത്? ഓക്കെ, നമുക്ക് തുടങ്ങാം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകം കേരളത്തിന് സമ്മാനിച്ചത് ആര്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകം കേരളത്തിന് സമ്മാനിച്ചത് വാൾട്ടർ മെൻഡിസ് ആണ്. ഇനി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്. അതേതാണ് ആ രാജ്യം? ന്യൂസിലാൻഡ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ കാസർഗോഡാണ്. കാസർഗോഡാണ് ദൈവങ്ങളുടെ നാട് എന്നറിയുന്നത്. അതുപോലെ ദൈവം മറന്ന നാട് എന്ന് പറയുന്നത് ഐസ്ലാൻഡാണ്. ദൈവം മറന്ന നാട് എന്ന് വിളിക്കുന്നത് ഐസ്ലാൻഡിനെയാണ്. ഇനി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുളു. ഹിമാചലിലെ കുളു എന്ന സ്ഥലം ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നു. വാലി ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്നതാണ് കുളു. ഇനി ദൈവത്തിൻ്റെ വികൃതികൾ എഴുതിയത് ആര്? ദൈവത്തിൻ്റെ വികൃതികൾ എന്ന ബുക്ക് എഴുതിയത് എം മുകുന്ദൻ. ദൈവത്തിൻ്റെ കണ്ണ് എഴുതിയത് NP മുഹമ്മദാണ്. NP മുഹമ്മദിൻ്റെ കൃതിയാണ് ദൈവത്തിൻ്റെ കണ്ണ്. അടുത്ത ദൈവത്തിൻ്റെ പുസ്തകം എഴുതിയത് KP രാമനുണ്ണി. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു പരസ്യവാചകം കേരളത്തിന് സമ്മാനിച്ചത് വാൾട്ടർ മെൻഡിസ് ആണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന രാജ്യം ന്യൂസിലാൻഡ്. ദൈവങ്ങളുടെ നാട് കാസർഗോഡ്. ദൈവം മറന്ന നാട് ഐസ്ലാൻഡ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ബുക്ക് എഴുതിയത് ശശി തരൂർ. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു. ദൈവത്തിൻ്റെ വികൃതികൾ എഴുതിയത് M മുകുന്ദൻ. ദൈവത്തിൻ്റെ കണ്ണ് എഴുതിയത് NP മുഹമ്മദ്. ദൈവത്തിൻ്റെ പുസ്തകം എഴുതിയത് KP രാമനുണ്ണി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.